ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരിപ്പത്തിനെ ഏറ്റവും സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് കൊണ്ടെത്തിച്ച് റമളാനിൻ്റെ എല്ലാ പുണ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുവാനും പരിപൂർണമായ റമളാനിനെ നോമ്പിനെ സ്വീകരിച്ചുകൊണ്ട് നല്ല മുത്തഖികളായ വിശ്വാസികളായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്തിനാണ് റമളാൻ, അല്ലെങ്കിൽ റമളാൻ ആർക്കാണുള്ളത്? എപ്പോഴാണ് റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്? ഈ ഒരു ചോദ്യങ്ങളിലൂടെ ആവണം നമ്മുടെ എല്ലാ റമളാനിൻ്റെയും ആദ്യ ചർച്ചകൾ പോവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആർക്കാണ് നോമ്പ്? അത് വിശ്വാസികൾക്കാണ് നോമ്പ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് തുടങ്ങുന്നത്. വിശ്വാസികൾക്ക് നിർവഹിക്കേണ്ട ആരാധന കർമ്മമാണ്. അതുകൊണ്ടാണ് റമളാൻ തുടങ്ങുമ്പോൾ പിശാചിനെ കെട്ടിയിടുമെന്ന് പറഞ്ഞത്. കാരണം വിശ്വാസികൾക്ക് പിശാചിൻ്റെ ആവശ്യമില്ല, പിശാചിന് വിശ്വാസികളെ സമീപിക്കാൻ പോലും കഴിയില്ല എന്നതുകൊണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാൻ ഉൾക്കൊണ്ടവരെയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള പദം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ആരാധനാ കർമ്മങ്ങൾ വേണ്ടത്. അങ്ങനെയുള്ളവരുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ഇബാദത്തുകൾ ബാക്കി വെച്ചത്, നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ വിശ്വാസം ഉള്ളിലുള്ളവർക്കാണ് നോമ്പ് പോലുള്ള, നമസ്കാരം പോലുള്ള, ഹജ്ജ് പോലുള്ള, സക്കാത്ത് പോലുള്ള ആരാധന കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നു. രണ്ടാമത്തെ ചോദ്യം, ഇത് എന്താണ്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കുതിബ അലൈക്കുമുസ് സിയാം, യാ അയ്യുഹല്ലദീന ആമനൂ എന്നതിന് ശേഷം പറഞ്ഞത് കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. അതായത് നോമ്പ് നാം നിർവഹിക്കുന്നത് അത് അള്ളാഹ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അള്ളാഹു പറഞ്ഞു എന്നതുകൊണ്ടാണ് നാം നോമ്പ് അനുഷ്ഠിക്കുന്നത്. അല്ലാതെ ആരോഗ്യ സംരക്ഷണത്തിനോ ട്രെയിനിങ്ങിനോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ചില പദപ്രയോഗങ്ങളിലൂടെ നോമ്പ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ ശരീരം നന്നാവും, നോമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കൂടി ഒരു മാസം കൊണ്ട് ശരീരത്തിനൂടെ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ റെഡിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് നോമ്പിനെ ഒന്ന് വർണ്ണിക്കാറുണ്ട് പലപ്പോഴും. നോമ്പ് അള്ളാഹ് പറഞ്ഞു എന്നതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ കമാൻഡാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കൂ എന്നത്. അത് നമ്മൾ സ്വീകരിക്കുന്നു. എല്ലാ നമസ്കാരങ്ങളും പോലെ, എല്ലാ ഇബാദത്തിലും പോലെ അള്ളാഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ, ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കാൻ പറയുന്നു. നിസ്കാരം നബി പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നതുകൊണ്ട് നമ്മൾ അതേപടി നിസ്കരിക്കുന്നു. ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിശദീകരിച്ച് തന്നതുകൊണ്ട് നമ്മൾ അതേപടി നിർവഹിക്കുന്നു. അവിടെ നമ്മൾ നമ്മുടെ ലോജിക്കുകൾക്ക് പുറകിൽ പോവേണ്ടതില്ല. കാരണം നോമ്പ് എന്നത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസമാണ്, ഈമാനാണ് അതിൻ്റെ അടിസ്ഥാനം. നോമ്പിൻ്റെ അടിസ്ഥാനം ഈമാനാണ്. ആ ഈമാനിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നോമ്പ് നിർവഹിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു നമ്മളോട് പറഞ്ഞു, ആ കൽപ്പന നമ്മൾ നിറവേറ്റുന്നു, അതിലൂടെ നമ്മൾ നന്നാവുന്നു എന്നതാണ് അതിൻ്റെ റിസൾട്ട്. അല്ലാതെ നമ്മൾ നമ്മുടെ ചില വിശദീകരണം പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നത് എന്നതുകൊണ്ടല്ല. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു എന്നതുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്നുള്ള ബോധമാണ് ഈ ആയത്ത് രണ്ടാമതായി നമ്മളോട് പഠിപ്പിക്കുന്നത്. മൂന്നാമത് പറയുന്നത് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ഈ നോമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിനോടും പിന്നീടും ഉണ്ടാക്കിയെടുത്ത ഏതോ ഒരു ആചാരാനുഷ്ഠാനമല്ല നോമ്പ് എന്നത്. മുൻകാലങ്ങളിൽ അതത് കാലത്തെ മുസ്ലിം സമൂഹത്തിനോട് കൽപ്പിച്ചതുപോലെ നിങ്ങളോടും കൽപ്പിക്കുന്ന ഒരു ആരാധനാനുഷ്ഠാനമാണ് നോമ്പ് എന്നാണ് ഈ ആയത്തിന്റെ മറ്റൊരാശയം. അതായത് മുസ്ലിം സമൂഹത്തിന്റെ ഒരു പിന്തുടർച്ചയാണ് നിങ്ങൾ. ആ പിന്തുടർച്ചയിൽ അവർക്ക് പഠിപ്പിച്ചതുപോലെ തന്നെ, അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ ഒരു ഇബാദത്ത് നിങ്ങളോടും നിർവഹിക്കുവാൻ നാം കൽപ്പിക്കുന്നു. അതായത് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സെക്കുലർ വായനകളിൽ, കമ്പാരിറ്റീവ് റിലിജിയൻ സ്റ്റഡികളിലൊക്കെയും മതതാരതമ്യ പഠനങ്ങളിലൊക്കെയും ഇസ്ലാം സ്ഥാപകൻ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് പഠിപ്പിച്ച കുറേ ആചാരാനുഷ്ഠാനങ്ങൾ, അതിലൊന്ന് നോമ്പ് എന്ന രീതിയിലുള്ള ചരിത്ര വിശദീകരണങ്ങൾ നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്. പക്ഷെ ഖുർആൻ ആ വിശദീകരണത്തെ പാടെ നിരാകരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് നോമ്പ്? ആ നോമ്പ് മുൻകാല സമൂഹങ്ങളിൽ ഉള്ള ആ ആചാരാനുഷ്ഠാനം നിങ്ങൾക്കും കൂടി ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയാണ് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായേക്കാം എന്നതിനാൽ. കാരണം മുൻകാല സമൂഹങ്ങളിൽ നാം നോമ്പും നമസ്കാരവും സക്കാത്തും പലവിധ ആചാരാനുഷ്ഠാനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പലതും സ്വീകരിച്ചിരുന്നില്ല. അതിൻ്റെ പര്യവസാനം അവർ അത് അനുഭവിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മുന്നിലേക്ക് മറ്റൊരു ആരാധന വെച്ച് തരികയാണ്. നിങ്ങളും നന്നായേക്കാം എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചുകൊണ്ട്. സൂക്ഷ്മത എന്നാണ് തഖ്വ എന്നതിൻ്റെ അർത്ഥം. നമ്മളതിനെ ഭയഭക്തി എന്ന് മറ്റു പല അർത്ഥങ്ങളിലേക്ക് വിശദീകരിക്കുന്നത് കാണാം. ജീവിതത്തിൽ, ഇബാദത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ എൻഗേജ്മെന്റുകളിൽ, ഇടപെടലുകളിൽ, നമ്മുടെ സംസാരങ്ങളിലുള്ള സൂക്ഷ്മതയാണ് തഖ്വ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. റമളാൻ എന്തിനാണ്? നമ്മുടെ ജീവിതത്തിലുള്ള സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, എന്നിട്ട് വായി തോന്നുന്നതൊക്കെയും ഖൗലു സൂർ വൽ അമല ബിഹി, നിങ്ങൾ വേണ്ടാത്ത വർത്തമാനം ഉപേക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ ആ വർത്തമാനം മാത്രമല്ല, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരുടെ നോമ്പ് പടച്ചവന് ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. അതായത് നോമ്പെടുക്കുക എന്നത് ഒരു ചടങ്ങായി മാറുന്നതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം നോമ്പ് വിശ്വാസിക്കുള്ളതാണ്. നോമ്പ് വർഷാവർഷങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു നീട്ടിത്തന്ന ആയസ്സിനെ ഒന്നും കൂടി ശുദ്ധീകരിക്കുവാൻ, ഒന്നും കൂടി സംസ്കരിക്കുവാൻ അള്ളാഹ് മുന്നോട്ട് വെച്ച് തരുന്ന ഒരു ട്രെയിനിങ് മാസമാണ് നോമ്പ്, റമളാൻ. ആ മാസത്തിൽ വിശ്വാസികൾ ആദരപൂർവ്വം, ആഹ്ലാദപൂർവ്വം, സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നതാണ് നോമ്പ്. ആ നോമ്പ് നമ്മളെ നന്നാക്കാനുള്ളതാണെന്ന് അള്ളാഹ് തന്നെ നമ്മളോട് പറയുന്നു. നിങ്ങൾ നന്നായാലോ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നന്നായേക്കാം എന്ന് അള്ളാഹ് തന്നെ ഒരു ചാൻസ് എന്ന രീതിയിലാണ് പറയുന്നത്. രണ്ടും സംഭവിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ സൂറ ഫാത്തിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫാത്തിഹ ഇല്ലാതെ നമസ്കാരമില്ല എന്ന്? ഫാത്തിഹയിൽ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യാറുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിനക്ക് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, നമ്മൾ പ്രതിജ്ഞ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ മുസ്തഖീമായ വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ചൊവ്വായ വഴി, ശരിയായ വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആരുടെ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? അംബിയ, മുർസലീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ. ഖുർആൻ പ്രത്യേകം അവരെ എടുത്ത് പറയുന്നുണ്ട്. അവരുടെ വഴിയിൽ പോകണമെങ്കിൽ അവർ മുമ്പ് അനുഷ്ഠിച്ചിരുന്ന നോമ്പ് നിങ്ങളും അനുഷ്ഠിക്കണമെന്നാണ് സൂറ ഫാത്തിഹയിലൂടെ, ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും പഠിപ്പിക്കുന്നത്. അതായത് നോമ്പ് നിർവഹിക്കുന്നതിലൂടെ നമ്മളും നബിമാരിലേക്കും ശുഹദാക്കളിലേക്കും സിദ്ദീഖീങ്ങളിലേക്കും ആ പട്ടികയിലേക്കും നമ്മളും എത്തിച്ചേരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന ആ ഉറപ്പില്ലാത്ത അള്ളാഹു തന്നെ ഉപയോഗിച്ച വർത്തമാനത്തെ ഉറപ്പാക്കി മാറ്റേണ്ടത് നമ്മുടെ കടമയായിട്ടാണ് ഈ ആയത്തിലൂടെ നമ്മെ അള്ളാഹ് പഠിപ്പിക്കണം. നിങ്ങൾ നന്നായേക്കാം എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് തഖ്വ ഉണ്ടായേക്കാം. ഉണ്ടാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് എന്നാണ് അള്ളാഹു നമ്മുടെ കയ്യിൽ വെച്ച് തരികയാണ് എൻ്റെ തീരുമാനം. ഇതാണ്
നമ്മൾ ഈ ആയത്തിൻ്റെ തന്നെ ഒരു അർത്ഥം ആലോചിക്കേണ്ടതുണ്ട്. റമളാൻ നോമ്പ് നിർബന്ധമാക്കുന്നത് മദീനയിൽ വെച്ചാണ്. എന്നാലും മക്കക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമായിരുന്നു. ഇടവിട്ട് ചില ദിവസങ്ങൾ, മൂന്നും പല ദിവസങ്ങളായി സ്വഹാബികളോട് എടുക്കുവാൻ പറയുമായിരുന്നു, കൽപ്പിക്കുമായിരുന്നില്ല. പക്ഷെ നിർബന്ധമാവുന്നത് അത് മദീനയിൽ വന്നതിന് ശേഷം. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം വന്നത്? പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യത്തിൽ, വളരെ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിൽ, പരീക്ഷണങ്ങൾ മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് കൊടുത്ത ഒരു കാരുണ്യമായിരുന്നു അവിടെ നോമ്പ് വേണ്ട എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നോമ്പ് വിശ്വാസിക്ക് ഒരു ഭാരമല്ല. ബദർ യുദ്ധത്തിലും നോമ്പ് എടുത്തിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യാത്ര പോകുമ്പോൾ നബി പറഞ്ഞിരുന്നു നോമ്പ് എടുക്കേണ്ടതില്ല. ചില എടുത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത് പുണ്യമില്ല എന്ന് പറഞ്ഞു. നോമ്പ് എന്തിനാണ്? പ്രയാസമുണ്ടാക്കാനല്ല. ഖുർആൻ തന്നെ പ്രത്യേകം പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നോമ്പിന്റെ വർത്തമാനം പറയുമ്പോൾ തന്നെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാനല്ല. അതുകൊണ്ടാണ് ആ ആയത്തുകളിൽ 183 മുതൽ താഴോട്ട് വരുന്ന ആയത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിൽ പറയുന്നത് ആർക്കാണ് നോമ്പ് എടുക്കേണ്ടത്, എപ്പോഴാണ് നോമ്പ് എടുക്കേണ്ടത്, ആർക്കൊക്കെ നോമ്പ് എടുക്കേണ്ടതില്ല എന്ന് വിശദീകരിക്കുന്ന കാണാം. എന്തിനാണ് നോമ്പ് എല്ലാവരും എടുക്കണം എന്ന് കൽപ്പിക്കുന്ന ആയത്തിന്റെ തൊട്ടു താഴെ ഇന്ന ആൾക്കാർ നോമ്പ് എടുക്കേണ്ടതില്ല എന്ന് പറയുന്നത്? കാരണം നോമ്പെന്ന് പറയുന്നത് അതൊരു നിർബന്ധിത ഒരു ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ കൊണ്ടുവന്ന ആചാരാനുഷ്ഠാനമല്ല ഇസ്ലാം. നോമ്പിനെ തൃപ്തിപൂർവ്വം സ്നേഹപൂർവ്വം ഏറ്റെടുക്കേണ്ടതാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത് കാണാം. നിങ്ങൾക്കാരെങ്കിലും യാത്രികരാണെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നോമ്പെടുക്കേണ്ടതില്ല, എന്നാലും പരമാവധി നോമ്പെടുക്കുന്നതാണ് നല്ലത് എന്ന് ആയത്തിൽ തന്നെ പറയുന്നത് കാണാം. കാരണം എന്താണ്? പ്രയാസങ്ങളുണ്ടെങ്കിലും നോമ്പ് തന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുവാനാണ്. സ്വബർ, സ്ഥൈര്യം ഉണ്ടാക്കാനാണ്. സഹനമല്ല സ്വബറിൻ്റെ അർത്ഥം. നമ്മൾ ക്ഷമ എന്ന് പറഞ്ഞുകൊണ്ട് സ്വബറിനെ ചുരുക്കുന്നത് കാണാം. ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ആ ഒരു സിറ്റുവേഷനെയാണ് സ്വബർ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. സ്ഥൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ ആ ഒരു മാർഗത്തിൽ സ്ഥൈര്യം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ ക്ഷമിക്കുക എന്നതിനാണ്. അത് രണ്ടാമതായിട്ടാണ് ക്ഷമ വരുന്നത്, സഹനം വരുന്നത് അപ്പോഴാണ്. ആദ്യം വരേണ്ടത് സ്ഥൈര്യമാണ്, അതാണ് സ്വബർ. അത് പഠിപ്പിക്കുവാനും കൂടെ വേണ്ടിയിട്ടാണ് നോമ്പുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പോലും നോമ്പെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അതേ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട, റമളാനുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എടുത്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തുകളിലും നമ്മൾക്ക് എങ്ങനെ നന്നാവാൻ പറ്റും, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ പറ്റും എന്ന് മാത്രം പറയുന്നത് കാണാം. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഈ ആയത്തിലും നമുക്ക് ഇളവുകൾ നൽകുന്ന ആയത്ത് കാണാം. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ നോമ്പിന്റെ പ്രധാന ഇനം. നോമ്പെങ്ങാനും നിങ്ങൾക്ക് മുടങ്ങുകയാണെങ്കിൽ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത് കാണാം. നോമ്പെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം ഉപേക്ഷിക്കുന്ന ഒരു ആരാധന കർമ്മത്തെ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ കൽപ്പിക്കുന്ന അള്ളാഹു. അങ്ങനെയാണ് സമൂഹവുമായും നോമ്പ് അല്ലെങ്കിൽ നോമ്പിനെ അള്ളാഹു നമ്മെ ബന്ധിപ്പിക്കുന്നത്. നോമ്പെന്ന് പറയുന്നത് എല്ലാവരെയും കുറിച്ചുമുള്ള ഓർമ്മയ്ക്കാണ്. പലപ്പോഴും നോമ്പിനെ കുറിച്ച് പറയുന്നത് ധനികന്റെ വേദന, ദരിദ്രരെ കുറിച്ചുള്ള വേദന മനസ്സിലാക്കാനാണ് നോമ്പ്. അങ്ങനൊരു ധാരണയെ ഇസ്ലാമില്ല. ടോട്ടലി ഇസ്ലാം വിരുദ്ധമായ ചിന്തയാണ്. പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തിന്റെ, കഷ്ടപ്പാടിന്റെ വേദന മനസ്സിലാക്കുവാനുള്ള ഒരു ആചാരാനുഷ്ഠാനമല്ല നോമ്പ്. ഇങ്ങനെയാണെങ്കിൽ ദരിദ്രന് നോമ്പ് പാടില്ല. എല്ലാവർക്കും ഒരുപോലെ, ഒരു വിശ്വാസി എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ഏറ്റെടുക്കേണ്ടതാണ് നോമ്പ്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ഒരു ക്ലാസ്സിനും വേണ്ടി പ്രത്യേകം കരുതി വെച്ചതല്ല, ഒരു പ്രിവിലേജ്ഡായ ഒരാൾക്ക് കൊടുക്കാനല്ല. കാരണം നോമ്പ് എന്നത് തഖ്വ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ധനികന് മാത്രം കൊടുക്കേണ്ടതല്ല. അത് എല്ലാവർക്കും, ഒരു വിശ്വാസി എന്ന നിലയിൽ അള്ളാഹു പടച്ചവനാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. ആ സൃഷ്ടികൾക്ക് അള്ളാഹ് തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു മീഡിയമാണ് നോമ്പ് അള്ളാഹുവിലേക്ക് അടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാവേണ്ട തഖ്വ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ലഭ്യമാവേണ്ടതല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ചില പറയുന്നത് സൂക്ഷിക്കണം. ധനികൻ പാവപ്പെട്ടവന്റെ വേദന കിട്ടാൻ വേണ്ടിയിട്ടാണ് നോമ്പ്. അത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണെന്നാണ്
നമുക്ക് ഖുർആൻ തന്നെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. നോമ്പ് മറ്റൊരു പ്രത്യേകത, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ എന്നത് പ്രവാചകത്വത്തിൻ്റെ തുടക്കമാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ റസൂലാവുന്ന നിമിഷമാണ് റമദാൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഇത് റമദാനിലാണ് ലൈലത്തുൽ ഖദ്ർ. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ റിസാലത്തിലേക്ക്, റസൂലിലേക്ക് കൊണ്ടെത്തിക്കുന്ന മഹത്തരമായ ദിനം സംഭവിക്കുന്നതും റമദാനിലാണ്. ഖുർആന്റെ തുടക്കം റമദാനിലാണ്, പ്രവാചകത്വത്തിൻ്റെ ജനനം റമദാനിലാണ്. ആ ഒരു ബോധം. അപ്പം അത് മാത്രമല്ല, വിജ്ഞാന വിപ്ലവത്തിൻ്റെ തുടക്കം റമദാനിലാണ്. ആദ്യത്തെ ആയത്ത് എന്താണ്? റമദാനിൽ വന്നു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റമദാൻ എന്നത് പഠിക്കേണ്ട മാസം കൂടിയിട്ടാണെന്നാണ് അതിൻ്റെ ആശയം. റമദാൻ എന്നത് ഖുർആനുമായും അടുക്കേണ്ട മാസമാണെന്നാണ് എൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഖുർആനെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തും മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ മാസം ഖുർആൻ അവതരിച്ചതാണ്. ആ ഖുർആൻ ജനങ്ങൾക്കുള്ള ഹുദയാണ്, അതായത് ഇത് മുസ്ലിങ്ങൾക്കുള്ളതല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ആയത്താണത്. റമദാനിൽ ദഅവത്തിന്റെ മാസമായി ഏറ്റെടുക്കേണ്ട മാസമെന്ന് ഈ ആയത്ത് പരോക്ഷമായി നമ്മെ പഠിപ്പിക്കുന്നു. കാരണം റമദാനിൽ ഖുർആൻ അവതരിച്ചത് അത് ഹുദൽ ലിന്നാസ് ആയിട്ടാണ്, മുസ്ലിങ്ങൾക്ക് ഹുദയായിട്ടല്ല. മുസ്ലിങ്ങൾക്ക് ഹിദായത്തുണ്ടാക്കാനും തഖ്വയുണ്ടാക്കാനുമല്ല, ഹുദൽ ലിന്നാസ് ആയിട്ടാണ് ഖുർആൻ അവതരിച്ചത്. അതിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖുർആൻ സത്യത്തെയും അസത്യത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ച് കാണിക്കുന്ന ഫുർഖാനാണ് എന്ന് ഖുർആൻ തന്നെ സ്വയം പറയുന്നത് റമദാൻ വിശദീകരിക്കുന്ന ആയത്തുകൾക്കിടയിലാണ്. റമദാൻ എന്നത് നമ്മൾ നന്നാവാനും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നന്നാക്കാനും ഇസ്ലാം എത്തിക്കാനുമുള്ള മാസം എന്ന നിലയിലും കൂടിയിട്ടാണ് റമദാനെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെയാണ് പറഞ്ഞത്, ഇതിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഇതൊക്കെയും പറയുമ്പോഴും വിശ്വാസിക്ക് അള്ളാഹു എളുപ്പം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീന യുസ്ർ, ദീൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും ദീൻ എന്ന് കേൾക്കുമ്പോൾ പൊതുവേ ഇസ്ലാമിക ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശരിയത്ത് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഭീകരമായ കുറേ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെയും ക്രിമിനൽ ലോസിൻ്റെയും ഒരു സിന്തസിസ് എന്ന നിലയിൽ പറയുകയും ഭീകരമായ ചർച്ചകൾക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചർച്ചകളും വരികയും ഒന്ന് സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്കും ഉണ്ടാവാറുണ്ട്. അതിനെ തിരുത്തുന്ന ആയത്തും കൂടിയിട്ടാണത്. കാരണം ദീൻ എളുപ്പമാണ്, ദീൻ വിശ്വസിക്കുന്നവർ ഉള്ളതാണ്. അതുകൊണ്ടാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞത്. ദീൻ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ദീൻ. ഈമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്നത്? മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവനാണ് ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നത്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവൻ. വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടവനാണ്. അങ്ങനെയുള്ളവർക്കാണ് നോമ്പുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇസ്ലാം ഒരിക്കലും ഭാരമല്ല. കാരണം എൻ്റെ ആശയം ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൂറ ഫുസിലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ്? എന്തൊക്കെയാണ് പറഞ്ഞത്? മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നത് ഏറ്റവും മഹത്തരമായ വാക്കാണ്. വഅമില സാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുന്നത്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെയുള്ളവനാണ് നോമ്പ്. ഈ സമൂഹത്തിനിടയിൽ മുസ്ലിമാണെന്ന് പറയുന്നതിലും കാണിക്കുന്നതിലും മടിയുള്ളവർക്ക് ഉള്ളതല്ല നോമ്പ്. ഇസ്ലാമിനെ ഏറ്റുപിടിക്കുന്നവർക്കുള്ളതാണ് നോമ്പ്. നന്നാവാൻ ആഗ്രഹിക്കുന്നുള്ളവർക്കാണ് നോമ്പ്. അതാണ് പരിശുദ്ധ ഖുർആനും ഇവിടെയും പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതൊന്നും ഭാരമാവുകയില്ല, എളുപ്പമാവുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത്. അതിനുശേഷം ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും, എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് തന്നത്? നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാം മുസ്ലിങ്ങളാണ്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണ്. അതിൽ അള്ളാഹ് ഹിദായത്ത് ലഭിച്ചത് കൊണ്ടും പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചത് കൊണ്ട്
ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനുള്ള അവസരം ലഭിച്ചത് കൊണ്ടും ആ ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ തക്ബീർ മുടക്കാനും കൂടെ വേണ്ടിയിട്ടാണ് റമദാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നു ലഅല്ലക്കും തഷ്കുറൂൻ. ഇത് പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ നന്ദി കാണിച്ചാലാണ്. അപ്പോഴും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അള്ളാഹു എന്താ പറയുന്നത്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിച്ചാലോ എന്ന്. അപ്പോഴും നമ്മുടെ കയ്യിലാണ് അള്ളാഹു അവസരം, ചാൻസ് വെച്ച് തരുന്നത്. നന്ദി കാണിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. തഖ്വ വേണ്ടോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതും പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിന്റെ വർത്തമാനം പറഞ്ഞ ശേഷം ഒരു ദുആയെ കുറിച്ചിട്ടാണ് അടുത്ത ആയത്ത് പറയുന്നത്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമ നിന്നോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, താങ്കളോട് എൻ്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അവിടെ ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത നോക്കുക. വൈദാ സഅലക ഇബാദി എന്ന് പറഞ്ഞതിന് ശേഷം എന്നാൽ നീ പറഞ്ഞു കൊടുക്കൂ എന്നൊരു വർത്തമാനമില്ല. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ടല്ലോ. ആ ഒരു ചോദ്യത്തിന് പോലും ഇടവേള നൽകാത്ത തരത്തിലാണ് ഇനി ഖരീബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടുടനെ തന്നെ പറയുന്നത്. അങ്ങനെയുള്ളവർ അല്ലാഹു പറഞ്ഞു ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകുന്നവനാണ്. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്? ഫൽ യസ്തജീബു ലി, അവരെന്നോട് ചോദിക്കട്ടെ, എന്നോട് ഉത്തരം ചോദിക്കട്ടെ. വൽ യുഅ്മിനു ബി, ചോദ്യം മാത്രം പോരാ, വിശ്വാസവും വേണം, എന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. മൂന്നാമത് പറയുന്ന അള്ളാഹുവിന്റെ മൂന്നാമത്തെ ഒരു അവസരം ലഅല്ലഹും യർഷദൂൻ, അവർ നന്നായേക്കാം ചിലപ്പോൾ. അള്ളാഹു ഈ ഭാഗത്ത് തന്നെ 3 ലഅല്ല പദം ഉപയോഗിക്കുന്നത് കാണാം. ഒന്ന്, നിങ്ങൾക്ക് തഖ്വയുണ്ടായേക്കാം. രണ്ടാമത്, നിങ്ങൾ നന്ദി കാണിച്ചേക്കാം. 3, വിശ്വാസികൾ ചിലപ്പോൾ നന്നായാലോ. ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോഴും നമ്മുടെ കയ്യിൽ സെലക്ഷനുള്ള അധികാരം തന്നേക്കുകയാണ്. നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ഭാഗങ്ങളും പറയുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത്. അതാണ് ഈ ആയത്തുകളിലൂടെ, ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റമദാനെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. റമദാൻ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിന്റെ മാസമാണ്. അനുഗ്രഹങ്ങൾ 1000 വർഷങ്ങളെക്കാൾ അധികം പൗരുഷ നിറഞ്ഞ രാത്രിയുള്ള ആ ദിവസമുള്ള മാസമാണ് റമദാൻ. റമദാനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു. മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ, റമദാൻ മാസത്തിൽ നോമ്പെടുത്തവർ ഈമാനോടും അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയണമെന്ന് പറയുന്ന പ്രതീക്ഷയോടും ബോധത്തോടും നോമ്പെടുത്തവന് ഗുഫിറ മാ തഖദ്ദമ മിൻ ദംബി, അവന് മുമ്പ് ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അതുപോലെ മൻ ഖാമ റമദാനൻ, റമദാൻ മാസത്തിൽ നിസ്കരിക്കുന്നതിനെയും അള്ളാഹു പ്രത്യേകം പറഞ്ഞു. ഇതേ വർത്തമാനം, നിസ്കരിക്കുന്നവനും അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കപ്പെടും. 2 റമദാനുകൾക്കിടയിലുള്ള കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കപ്പെടും. 2 ജുമകൾക്കിടയിലുള്ള കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കപ്പെടും. അങ്ങനെ നിരവധി ഹദീസുകൾ റമദാനെ കുറിച്ച് മാത്രമുണ്ട്. കാരണം എന്താണ്? റമദാൻ ഏകദേശം 29-30 ദിവസം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരികയാണ്. നിങ്ങൾ നന്നാവാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ലഅല്ലഹും യർഷദൂൻ, ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ നന്ദി കാണിച്ചേക്കാം, നിങ്ങൾ തഖ്വയുണ്ടായേക്കാം, നിങ്ങൾ അല്ലെങ്കിൽ അവർ നന്നായേക്കാം. ഈ ലഅല്ല എന്നുള്ള പദം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനുള്ള അവകാശം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ്. കേരളത്തിലെ തന്നെ ലോക പ്രശസ്തനായ പണ്ഡിതനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. പോർച്ചുഗീസ് ഡച്ച് സൈന്യത്തിനെതിരെ പോരാടിയ ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഇതുമായി തന്നെ ബന്ധപ്പെട്ട് റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വരികളുണ്ട്. യാ സ്വാഇമ റമദാന ഹാദാ ഷഹറുക്കും, നോമ്പുകാരാ നിന്റെ മാസം ഇതാ വന്നിരിക്കും. നോമ്പുകാരനെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഫീഹി അബാഹക്കുമുൽ മുഹൈമിനു മഗ്നമ, ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹൈമിൻ, ഏകാധിപതി, നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു യാ ഫൗസ മൻ ഫീഹി അതാ ഇലാഹു, എന്നാൽ ഈ മാസത്തിൽ അവൻ്റെ ഇലാഹിനെ അനുസരിക്കുന്നവന് വിജയമാണുള്ളത്. മുതഖരിബൻ മുതജന്നിബൻ മാ ഹറമ, അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും അള്ളാഹു ഹറാമാക്കി നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നവന് അതിൽ വിജയം ലഭിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫൽ വൈൽ
എന്നാൽ നരകമാർക്കാണ്. അതിക്രമിക്കാണ്, ധിക്കാരം പ്രവർത്തിച്ചവനാണ് നരകമുള്ളത്. ഫീ ഷഹരി അഖ്ലൽ ഹറാമ വ അജ്റമ, അള്ളാഹുവിന്റെ മാസത്തിൽ ഹറാം തിന്നുകയും അതിക്രമം കുറ്റം ചെയ്യുകയും ചെയ്യുന്നവന് നരകമാണെന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ലഅല്ലഹും യർഷദൂൻ, നന്നായേക്കാം എന്ന് പറഞ്ഞ ശേഷം അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഈ കവിത പറയുന്നത്. ആർക്കാണ് നന്നാവാനുള്ള അവസരമുള്ളത്? പിന്നെ മറ്റൊരു കാര്യം, റമദാൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസം നിറഞ്ഞ മാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കൂ, കൽപ്പനയാണ്. ഇടയത്താഴത്തിൽ, സെഹരിയിൽ ഇടയത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആൻ തന്നെ ഇതുമായി തന്നെ വിശദീകരിക്കുന്ന ആയത്തുകൾ അല്ലാഹ് പറയുന്നത് കാണാം, നിങ്ങൾ രാവോളം ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾ വെള്ളി കീറുന്നത് വരെ, ബാങ്ക് വിളിക്കുന്ന ആ സമയം വരെ നിങ്ങൾ കഴിച്ചോളൂ, ഒരു തടസ്സവുമില്ല എന്ന് റമളാന്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 187 ആയത്ത് ബഖറയിൽ അത് വിശദീകരിക്കുന്ന കാണാം. ഇത്രയും കഴിച്ചോളൂ. നോമ്പില് വെറും വയറോടുകൂടി നോമ്പ് അനുഷ്ഠിക്കേണ്ടതല്ല. അങ്ങനെ പ്രയാസം നിറഞ്ഞ ഒരു അനുഷ്ഠാനമല്ല നോമ്പ്. നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നോമ്പിലേക്ക് സമീപിക്കേണ്ടതാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. നമുക്കറിയാം, നോമ്പിന്റെ ആദ്യത്തെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സാധാരണ ദിവസങ്ങൾ പോലെയാണ്. വർഷങ്ങളായി നോമ്പെടുക്കുന്നവരാണ് നാം. അതുകൊണ്ട് നോമ്പിന്റെ ഭക്ഷണമില്ല എന്ന് പറയുന്ന ഒരു വിഷമതയൊന്നും നമുക്ക് ന്യായമായി പറയാൻ കഴിയില്ല നമുക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ തന്നെ പറഞ്ഞു, സെഹരി നിങ്ങൾ നന്നായി കഴിക്കണം, അതിൽ ബർക്കത്തുണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തള്ളിക്കളയാത്ത പ്രാർത്ഥന അത് ഒന്ന് നോമ്പ് മുറിക്കാൻ വെയിറ്റ് ചെയ്യുന്ന, കാത്തിരിക്കുന്ന നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. അതാണ് മറ്റൊരു അനുഗ്രഹം. നോമ്പിനെ കുറിച്ച് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നോമ്പ് മുറിക്കുവാൻ കാത്തിരിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയില്ല. നീതിമാനായ ഭരണാധികാരിയുടെയും ആക്രമിക്കപ്പെട്ടവന്റെയും പ്രാർത്ഥന തള്ളിക്കളയാത്തതുപോലെ നോമ്പ് മുറിക്കുവാൻ കാത്തിരിക്കുന്നവന്റെ നോമ്പുകാരന്റെ പ്രാർത്ഥനയും അള്ളാഹു തള്ളിക്കളയുകയില്ല. അതും മറ്റൊരു അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ മാസമാണ്. ഇതെന്തിനാണ് ഈ അനുഗ്രഹം നമ്മുടെ മുന്നിലേക്ക് വന്നത്? ലഅല്ലക്കും തത്തഖൂൻ. ഏത് കാര്യത്തിലാണ് സൂക്ഷ്മത? നമ്മുടെ വർത്തമാനങ്ങളിൽ സൂക്ഷ്മതയില്ലെങ്കിൽ നമുക്ക് നോമ്പില്ല. നോമ്പിന് മുമ്പ്, പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം പ്രത്യേകം പഠിപ്പിച്ച ഒരു കാര്യം, നിങ്ങളുടെ കുടുംബ ബന്ധം ശക്തമാക്കുക എന്നുള്ളതാണ്. കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരാൾക്ക് നോമ്പിനെ ആത്മാർത്ഥമായി എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക? ഭീഷണിയും പരിദൂഷണത്തിലൂടെ കുടുംബ ബന്ധം വഷളാക്കിയ ആൾക്കാർക്ക് എങ്ങനെയാണ് നോമ്പിനെ സ്നേഹപൂർവ്വം സമീപിക്കാൻ കഴിയുക? രക്തബന്ധം മുറിച്ച ആൾക്കാർക്ക് എങ്ങനെയാണ് നോമ്പിനെ സമീപിക്കാൻ കഴിയുക? നാട്ടുകാരുടെ മുമ്പിൽ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുകയും അവരുടെ ഇമേജ് താറടിച്ച് കാണിക്കുകയും ചെയ്തവരുടെ നോമ്പ് അല്ലാഹു എങ്ങനെയാണ് സ്വീകരിക്കുക? അതുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ആത്മവിചാരണയ്ക്കും കൂടി വിധേയമാവും. ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. നമ്മൾ വിധി എഴുതപ്പെടുന്നതിന് മുമ്പ് നമ്മൾ സ്വയം തന്നെ നമ്മളെ അളന്ന് തിട്ടപ്പെടുത്തണം. വസ്നു അഅമാലക്കും ഖബ്ല അൻ തുസനു. നിങ്ങളുടെ അമലുകളെ നിങ്ങൾ അളക്കണം, അത് അളക്കപ്പെടുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെയാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ബന്ധങ്ങളെ, നമ്മളുടെ പിണക്കങ്ങളെ, നമ്മളുടെ നീരസങ്ങളെ എല്ലാം ശുദ്ധീകരിക്കുകയോ അതിനുള്ളൊരു പണിയെടുത്തതിന് ശേഷം മാത്രമേ നോമ്പിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ നോമ്പ് കൊണ്ട് യാതൊരു ഉപകാരവും നമുക്കുണ്ടാവുകയില്ല എന്ന് മനസ്സിലാവാം. കാരണം ലഅല്ലക്കും തത്തഖൂൻ എന്നത് വെറുതെ പറഞ്ഞതല്ല. ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്തവർക്ക്, വർത്തമാനങ്ങളിൽ സൂക്ഷ്മതയില്ലാത്തവർക്ക്, പെരുമാറ്റങ്ങളിൽ സൂക്ഷ്മതയില്ലാത്തവർക്കുള്ളതല്ല നോമ്പ്, വിശ്വാസികൾക്കുള്ളതാണ്. ആരാണ് മുഅ്മിൻ? യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണല്ലോ ആയത്ത് തുടങ്ങുന്നത്. മുഅ്മിൻ ആരാണ്? അൽ മുഅ്മിൻ മിർആത്തുൽ മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറയുന്നത് മറ്റൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്. വിശ്വാസികളെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ബുനിയാനും മർസൂസ്. ഖുർആൻ സൂറത്തുൽ സഫിൽ പറയുന്നുണ്ടല്ലോ, ഒരു നല്ല കെട്ടുറപ്പിക്കപ്പെട്ട ഒരു വീട് പോലെയാണ്, ബിൽഡിംഗ് പോലെയാണ്. എങ്ങനെയാണോ നമ്മൾ ദുർബലമായ കുടുംബ ബന്ധമുള്ള, സുഹൃബന്ധമുള്ള, അതിന് കാരണക്കാരായ നമ്മളുടെ നോമ്പിനെ അള്ളാഹു എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കുവാൻ
കഴിയും നോമ്പിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്. അപ്പോൾ അനാ ജസീ ബിഹി, നോമ്പിൻ്റെ പ്രതിഫലം ഞാനാ നൽകാൻ പോകണം. ബാക്കി എല്ലാം അള്ളാഹുവിനുള്ളതാണെങ്കിൽ പോലും അള്ളാഹു നോമ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞു, ഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. കാരണം നോമ്പ് ആർക്കും കാണാൻ പറ്റില്ലല്ലോ. ഒരു അഭിനയമുണ്ടാവാം, പക്ഷെ അതിൻ്റെ അപ്പുറം ഉള്ളുകള്ളികൾ ആർക്കും അറിയില്ല നോമ്പ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത് നോമ്പ് എനിക്കുള്ളത്. നമസ്കരിക്കുന്ന എല്ലാവർക്കും കാണാം, സക്കാത്ത് കൊടുക്കുന്നതും കാണാം, ഹജ്ജ് ചെയ്യുന്നതും കാണാം, കലിമ ചൊല്ലുന്നതും എല്ലാവർക്കും കേൾക്കുകയും കാണുകയും ചെയ്യാം. നോമ്പ് അങ്ങനല്ല. നോമ്പ് രഹസ്യമാണ്. ആ രഹസ്യം അറിയുന്നത് ഞാനാണ്, അതിൻ്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്നാണ് പറഞ്ഞത്. അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോമ്പുകാരനെ റയ്യാൻ എന്ന് പറയുന്ന പ്രത്യേക വാതിൽ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആചാരാനുഷ്ഠാനം എന്ന നിലയിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിലും ചിന്തകളിലുമെല്ലാം സൂക്ഷ്മത, തഖ്വ പുലർത്തേണ്ടത് അനിവാര്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മൻ സാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഈമാനോടും കൂടിയും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും ഇബാദത്ത് ചെയ്യുന്നവൻ, നോമ്പെടുക്കുന്നവൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം ആചാരാനുഷ്ഠാനമല്ല നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. ഈമാൻ ഇല്ലാത്ത ചടങ്ങെന്ന് പറയുന്നത് ആത്മാവില്ലാത്ത ഒരു ശരീരം പോലെയാണ്. അത് അള്ളാഹുവിന് വേണ്ട. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്കും വേണ്ട. വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഈമാനെ ശുദ്ധീകരിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹുവിൻ്റെ താല്പര്യത്തെ മുന്നിൽ കൊണ്ട് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇവിടെ മറ്റൊരു പ്രാധാന്യം നിറഞ്ഞൊരു കാര്യം, ഈ നോമ്പിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നോമ്പിൻ്റെ നിയമം പറഞ്ഞതിന് ശേഷം അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് ബാത്തിലായ ധനം നിങ്ങൾ തിന്നാൻ പാടില്ല എന്നാണ്. ആലോചിച്ച് നോക്കാം. നോമ്പിൻ്റെ വർത്തമാനം പറഞ്ഞ തൊട്ടടുത്ത ആയത്തിൽ ബാത്തിലായ മറ്റുള്ള ആൾക്കാരുടെ ധനം നിങ്ങൾ തിന്നാൻ പാടില്ല. ജനങ്ങൾ ഭരണാധികാരികളെ സമീപിച്ച് അവരെ വശത്താക്കി പാവപ്പെട്ടവരുടെ മറ്റൊരുത്തൻ്റെ ധനം തിന്നുവാനും അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. സാമ്പത്തിക മേഖലകളിലെ ശുദ്ധീകരണവും കൂടി റമദാന്റെ ഭാഗമായി ചേർത്ത് വെക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. റമദാൻ 29 ദിവസമുള്ളതാണ്. ഏത് നിമിഷമാണ് ഈ 30 ദിവസത്തിൽ നമ്മൾ അകന്നു നിൽക്കുന്നത്? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, കച്ചവട ബന്ധങ്ങൾ, നമ്മുടെ കരാറുകൾ എല്ലാം ഈ മാസത്തിൽ തന്നെ, എല്ലാ മാസവും നടക്കുന്നത് പോലെ ഈ മാസത്തിൽ നടക്കുന്നു. ആ സൂക്ഷ്മത അവിടെ പുലർത്തിയില്ല എങ്കിൽ റമദാൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഒരാളുടെ മുമ്പിലേക്ക് റമദാൻ വന്നു, ഈ 30 ദിവസവും വന്നു, എന്നിട്ട് പോലും നന്നാവാൻ കഴിയാത്തവൻ്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. നോമ്പ് വന്നിട്ടും അത് നന്നാവാൻ ഉപയോഗിക്കാത്തവൻ്റെ അവസ്ഥ വളരെ കഷ്ടം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. മറ്റൊരു കാര്യം, നോമ്പ് എന്നത് ആഘോഷത്തോടു കൂടി അവസാനിക്കേണ്ടതാണ്. ഒരു ആചാരാനുഷ്ഠാനം 29-30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആചാരാനുഷ്ഠാനം മുസ്ലിങ്ങൾ അവസാനിപ്പിക്കുന്നത് ഈദോട് കൂടിയിട്ടാണ്. നമ്മൾക്ക് എല്ലാം ആഘോഷമാണ്. നമ്മുടെ ഇബാദത്ത് ആഘോഷമാണ്. നമ്മുടെ പെരുമാറ്റങ്ങൾ സന്തോഷത്തിൻ്റെ ഇടവേളകളാണ്. നമുക്കൊരു മടുപ്പിൻ്റെ നിമിഷങ്ങൾ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ കാണുമ്പോൾ സലാം പറയുക, അതിൽ പരസ്പരം സന്തോഷമുണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിൽ സന്തോഷമുണ്ടാകും. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക, അതിൽ സന്തോഷമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഇബാദത്ത് അവസാനിക്കുമ്പോൾ ആഘോഷത്തോടു കൂടി അവസാനിപ്പിക്കുക എന്നതും കൂടിയിട്ടാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വലി തുകബ്ബിറു എന്ന് പറയുന്ന ആയത്തെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തക്ബീർ മുഴക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈദിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വലി തുകബ്ബിറു അലാ മാ ഹദാക്കും എന്ന ആയത്ത്, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ തക്ബീർ മുഴക്കട്ടെ എന്ന് പറഞ്ഞത് ഈദുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അതായത് നമ്മുടെ ഈ സഹനം അവസാനിപ്പിക്കുന്നത് ആഘോഷത്തോടു കൂടി തന്നെ ആവട്ടെ, അത് തക്ബീർ മുഴക്കിയാവട്ടെ, ഈ മാസം എനിക്ക് തന്ന പടച്ചവന്റെ നാമം ഉയർത്തി പറഞ്ഞുകൊണ്ട് തന്നെ ആവട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പം നോമ്പിനെ ഞാൻ ചുരുക്കുകയാണ്.
നോമ്പിനെ നമ്മൾ സമീപിക്കേണ്ടത് ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളിലൂടെയാണ്. ലഅല്ലക്കും തഖൂൻ, ലഅല്ലക്കും തഷ്കുറൂൻ, ലഅല്ലഹും യർഷുദൂൻ. നിങ്ങൾക്ക് തഖ്വയുണ്ടായേക്കാം, നിങ്ങൾ നന്നായേക്കാം, നിങ്ങൾ നന്ദി കാണിച്ചേക്കാം. ഇത് നമ്മുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കുവാൻ, തീരുമാനിക്കുവാനുള്ള അവകാശം നമ്മുടെ കയ്യിലാണ്. ഫമൻ ഷാ ഫൽയഅ്മിൻ വമൻ ഷാ ഫൽയക്ഫുർ. നിങ്ങൾ ഉദ്ദേശിക്കുന്നവന് മുഅ്മിനാവാം, അല്ല ഉദ്ദേശിക്കുന്നവന് കാഫിറുമാവാം. തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ കയ്യിലാണ്. അതിനുള്ള ഏറ്റവും വലിയ 1 മാസം നീണ്ടു നിൽക്കുന്ന പരീക്ഷണമാണ് റമദാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാസത്തിനിടയിൽ പോലും നമ്മുടെ മനസ്സിൽ ഈമാനില്ല എങ്കിൽ എന്ത് തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഈ മാസത്തിൽ നടത്തിയത്? എന്താണ് നമ്മൾ ഈ മാസം നമുക്ക് ഉപകാരമുണ്ടായത്? നമ്മൾ സാധാരണ നമ്മുടെ എന്തെങ്കിലും ഇടപാടുകളിൽ ഒരു കാര്യം ടൈം വേസ്റ്റ് ആക്കുക എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ 1 മാസം ഒരു വിശ്വാസി വേസ്റ്റ് ആക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കണം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.